ഹായ് ഗൈസ്, നീറ്റ് മെഡിക്കൽ അലോട്ട്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു. 450ൻ്റെ മുകളിൽ മാർക്കുള്ള MBBS അല്ലാത്ത മറ്റേതെങ്കിലുമൊക്കെ കോഴ്സ് എടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകൾക്ക് ഉള്ളതാണ് ഈ വീഡിയോ. നോക്കൂ, നമ്മൾ മനുഷ്യർക്കൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ശരി പറഞ്ഞു എന്നതുകൊണ്ട് നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. പകരം നമുക്കിഷ്ടപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ തോന്നലുകളാണ് വേറൊരാൾ പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ വേഗം അക്സെപ്റ്റ് ചെയ്യും. അതിനപ്പുറത്ത് അയാൾ പറയുന്നത് ശരിയാണോ, അയാൾ പറയുന്നതിൽ കാര്യമുണ്ടോ എന്നുള്ള ചിന്ത പലപ്പോഴും മനുഷ്യന്മാർക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ളൊരു മനുഷ്യനാണെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത്. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും. കാരണം ഈ വീഡിയോയിൽ ചില സത്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സത്യങ്ങൾ മറ്റൊന്നുമല്ല. മക്കളെ, കഴിഞ്ഞൊരു വർഷം നിങ്ങൾ MBBS വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്തത്. നിങ്ങൾ ആഗ്രഹിച്ചത് MBBS ആയിരുന്നു. പക്ഷേ സംഹൗ നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടും കിട്ടിയില്ല. സോ ഇനിയൊരു റിപ്പീറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാനാവുന്നില്ല. എന്തുകൊണ്ടാണ് ചിന്തിക്കാനാവാത്ത? ഒരു പക്ഷേ അടുത്തൊരു വർഷം കടന്നു പോകേണ്ടുന്ന സ്ട്രഗിളിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അഥവാ അടുത്ത വർഷവും കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പ്രശ്നം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്തൊരു വർഷം കൂടെ പോകുമോ എന്നുള്ള ഒക്കെ ഇത്തരം പേടികൾ കാരണമായിരിക്കാം നിങ്ങൾ ഇനിയൊരു റിപ്പീറ്റിനെ കുറിച്ച് ആലോചിക്കാതെ കിട്ടുന്ന കോഴ്സ് എടുത്ത് സായുജ്യമടയാം എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കിട്ടുന്ന കോഴ്സ് എടുത്ത് അതിനങ്ങോട്ട് ഇഷ്ടപ്പെടാം, അല്ലേ, ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് ഇഷ്ടപ്പെടാം എന്നൊരു പക്ഷേ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ MBBS പഠിക്കുമ്പോൾ എൻ്റെ ബാച്ചിൽ ആയുർവേദവും ഹോമിയോയൊക്കെ കഴിഞ്ഞ് വന്ന ചേച്ചിമാരും ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ബാച്ചിൽ ചേട്ടന്മാരുണ്ടായിരുന്നില്ല, ചേച്ചിമാരുണ്ടായിരുന്നു. എൻ്റെ ജൂനിയർ ബാച്ചിൽ ഞാൻ ചേട്ടന്മാരെ കണ്ടിട്ടുണ്ട്, ആയുർവേദം ഹോമിയോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ധാരാളം ആളുകൾ, ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. നോക്കൂ, എന്തുകൊണ്ടാണ് ആയുർവേദം ഹോമിയോ പോലെയുള്ള കോഴ്സുകൾ 5 വർഷം പഠിച്ച് ഒരുപാട് പ്രായമായി 10ഉം 26ഉം 28ഉം 30ഉം ഒക്കെ വയസ്സായിട്ട് വീണ്ടും MBBS ഒരു എൻട്രൻസ് എഴുതി ഫസ്റ്റ് ഇയറിലെ ആളുകൾ ജോയിൻ ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, പലപ്പോഴും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വളരെ ചെറിയ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് വന്നതുകൊണ്ടായിരിക്കാം, വളരെ ചെറിയൊരു മാറ്റത്തിലായിരിക്കാം നിങ്ങൾക്ക് MBBS നഷ്ടപ്പെട്ടത്. അങ്ങനെ നിങ്ങൾ ഈ എടുക്കാൻ പോകുന്ന ഈ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ, യുനാനി, സിദ്ധ, ദർ ആർ ലോട്ട് ഓഫ് കോഴ്സസ്, അല്ലേ, അഗ്രികൾച്ചർ ഉണ്ട്, ആൻഡ് ഫോറസ്ട്രി, ദെൻ വെറ്റിനറി, ഒരുപാട് കോഴ്സുകളുണ്ട്. BDS ഓൾസോ. നോക്കൂ, ഇതിലെ ആയുർവേദം, ഹോമിയോ, യുനാനി, ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം, വളരെ ലിമിറ്റഡ് സ്കോപ്പുള്ള സാധനങ്ങളാണ്. വളരെ 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 ലിമിറ്റഡ് ആണ് ആയുർവേദത്തിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഹോമിയോ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി, നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും, ഇറ്റ്സ് എ സ്യൂഡോ സയൻസ് ഇൻ ഫാക്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇനിയിപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ദ സ്കോപ്പ് ഈസ് വെരി ലിമിറ്റഡ്. സ്കോപ്പ് ലിമിറ്റഡ് ആണ് എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി സാച്ചുറേറ്റഡ്. ഈവൻ ഞങ്ങൾ MBBS പറ്റി തന്നെ പറയാറുണ്ട്, ഇറ്റ്സ് ഗോയിങ് ടു ബി സാച്ചുറേറ്റഡ് എന്നൊക്കെ. പക്ഷേ MBBS ഹാസ് ലോട്ട് ഓഫ് സ്കോപ്പ്. നമുക്ക് എല്ലാ ചികിത്സയും, മോഡേൺ മെഡിസിനാണ്, മെഡിസിൻ എന്ന് പറയുന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനാണ്. സോ യു ഗോട്ട് ലോട്ട് ഓഫ് സ്കോപ്സ്. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ എവിടെ ഇല്ല, ഈ ആയുർവേദത്തിലോ ഹോമിയോയിലോ യുനാനിയിലോ ഒന്നുമില്ല. ആൻഡ് നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കണം. കാരണം നിങ്ങൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു, ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പോകാൻ പോകുന്നത്, അല്ലേ. പക്ഷേ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 5.5 ഇയർ കോഴ്സാണിത്. ഈ ഒരു 5.5 ഇയർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിന് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എവിടെ എത്താതായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഈ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങിയിട്ട് ഒരു നല്ല ഏണിങ്ങിലേക്ക് എത്താൻ പറ്റാതിരിക്കുക, ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ പറ്റാതിരിക്കുക, ഒരു എല്ലാ രീതിയിലും നിങ്ങൾ എവിടെ എത്താത്തൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഹാർഡർ. നിങ്ങൾ കൃത്യമായിട്ട് ഈ കോഴ്സുകളൊക്കെ പഠിച്ചിറങ്ങിയ ഫ്രഷേഴ്സിനോട് ശരിക്കും ചോദിച്ചിട്ട്, നിങ്ങൾ ഏതെങ്കിലും പ്രായ അയാളോടല്ല ചോദിക്കേണ്ടത്, ഫ്രഷേഴ്സിനോടൊക്കെ ശരിക്കും ചോദിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോൺസിക്വൻസ് നോക്കൂ, നിങ്ങൾ വലിയൊരു ചോയ്സാണ് എടുക്കാൻ പോകുന്നത്. ആ ഒരു കോൺസിക്വൻസ് നിങ്ങൾക്ക് ശരിക്കും നന്നായി മനസ്സിലാക്കി അത് അത്രയും അക്സെപ്റ്റ് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ അതിലേക്ക് കടക്കുക. അല്ലെങ്കിൽ ദയവ് ചെയ്ത് അത്തരം കോഴ്സുകൾക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് അത്രയും കൃത്യമായിട്ടുള്ളൊരു പ്ലാന്, കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോകരുത്. യു വിൽ ബി ട്രാപ്ഡ്. ഓക്കെ, നിങ്ങൾ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ നിങ്ങൾ ഈ MBBS ഒക്കെ പിന്നീട് പഠിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആൻഡ് ഓൾസോ വെറ്റിനറി നിങ്ങൾക്ക് അത്രയും നിങ്ങൾ അതിനോട് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ ഫോറസ്ട്രി ആയാലും ഇനി
നിങ്ങൾക്ക് അഗ്രികൾച്ചർ ആയാലും ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രം എടുക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 5.5 വർഷവും 4.5 വർഷവും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക്. നിങ്ങളുടെ ലൈഫ് ഇനി ഡിസൈഡ് ആവാൻ പോവുകയാണ്. കഴിഞ്ഞൊരു വർഷം അല്ലെങ്കിൽ ഇനിയൊരു വർഷം കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ എന്നാലും ഈ ഒരു 1 ഇയറേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വലിയ പോസിബിലിറ്റീസ് ഉണ്ട്. ബട്ട് ഇതങ്ങനെയല്ല, നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ആവാൻ പോവുകയാണ്. സോ ആ ഒരു കാര്യം നന്നായിട്ട് ഓർത്ത് മാത്രം നിങ്ങൾ തീരുമാനം എടുക്കുക. ഇപ്പോൾ അടുത്തൊരു വർഷം, ഇപ്പോൾ ഞാൻ പല കുട്ടികളെയും കണ്ടിട്ടുണ്ട്, നല്ല മാർക്കുണ്ട്, അവർക്ക് നല്ല കാലിബർ ഉണ്ട്, നല്ല കാപ്പബിലിറ്റി ഉണ്ട്. പക്ഷെ അടുത്തൊരു വർഷം കൂടെ ഒന്നുകൂടെ ഇരിക്കുക എന്നത് ആലോചിച്ചിട്ട്, അടുത്ത ഒരു വർഷം പോകുന്നുള്ളത് ആലോചിച്ചിട്ട് അടുത്തൊരു 5.5 വർഷം കൊണ്ടുപോയിട്ട് കളയാൻ പോകുന്നത്, ലൈഫിൻ്റെ ഒരു പാത്ത് മൊത്തത്തിൽ ചേഞ്ച് ആക്കാൻ പോകുന്നത്, എന്നിട്ട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഒരിക്കലും മെൻ്റലി സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സാധനം ചെയ്ത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലെവൽ, എന്താ പറയുക, ഒരു സെക്കൻഡ് ക്ലാസ് ഡോക്ടറായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശരിക്കും ആലോചിക്കുക. ഓക്കെ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല കേട്ടത്. പക്ഷേ ഞാനൊരു റിയാലിറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് പോകുക. അല്ലാതെ വീട്ടിലെ പ്രഷറോ പാരൻസിൻ്റെ പ്രഷറോ ഫ്രണ്ട്സിൻ്റെ പ്രഷറോ ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒന്നും ആയിരിക്കരുത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, സോ എനിവേ നോക്ക്, നിങ്ങളുടെ ഒരു ഫൈനൽ മൊമെൻ്റാണിത്. ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അലോട്ട്മെൻറ്റും അഡ്മിഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിൽ ബി മോർ ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഫൈനൽ തോട്ട് നിങ്ങൾ ഇനിയും റിപ്പീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മളുടെ റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ച്, നമ്മൾ ജൂലൈ 13 തുടങ്ങിയ നമ്മുടെ റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ച് 450+ മാർക്കുള്ള കുട്ടികൾ മാത്രമുള്ള ബാച്ച് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. നമ്മൾ ആ ബാച്ചിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് ഫുൾ ഫ്രീ ആയിട്ട്, കംപ്ലീറ്റ് ഫ്രീ, നിങ്ങൾ ഒരു ഫീസും തരേണ്ട, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സാഹചര്യം ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ആ ഒരു ബാച്ചിൽ ഒരുപാട് കുട്ടികളുണ്ട് ഓൾറെഡി അവിടെ. പക്ഷേ എന്താ പറയുക, ആ ഒരു ഫൈനൽ ഇപ്പോഴും ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാതെ കളിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു മെൻ്റലി എന്താ പറയുക, മനസ്സിൻ്റെ ഉള്ളിൽ ചാഞ്ചാടി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു വർഷത്തെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വർഷം എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, സഫ എന്ന് പറയുന്നൊരു കുട്ടി. ഞാൻ അവളെ പണ്ട് പഠിപ്പിച്ചതാണ്. അവൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ നേടിയതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. അവൾ 5 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് MBBSന് അഡ്മിഷൻ വാങ്ങിയത്. ബട്ട് സ്റ്റിൽ അവളുടെ ഡ്രീമായിരുന്നു അത്. അവൾ ഇനിയിപ്പോൾ MBBS കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവൾ നല്ലൊരു PG എടുക്കും. അവൾക്ക് ഒരു നല്ല PG എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യണം. അങ്ങനെ ഇനി അവൾ നല്ലൊരു ലെവലിലേക്ക് അവളുടെ ജീവിതത്തെ അങ്ങ് മൊത്തത്തിൽ മാറ്റിമറിച്ചു. അവൾ കുറച്ച് കാലം ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവളുടെ ലൈഫ് ചേഞ്ചായി. ഒരു 6-7 വർഷത്തിന് ശേഷം നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് ഹർ ഹൗ മെനി ടൈംസ് യു ഹാഡ് റിപ്പീറ്റ്, അല്ലെങ്കിൽ നിൻ്റെ റാങ്ക് എത്രയായിരുന്നു നീറ്റിൽ. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക്. അവളെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടറായിട്ട് ഇനി ആൾക്കാർ കാണാൻ പോകുന്നുള്ളൂ. സോ ആരായാലും അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു മെൻ്റൽ പ്രഷർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രഷർ കാരണം നിങ്ങളൊരു വലിയ കുഴിയിലേക്ക് എടുത്തു ചാടുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ നന്നായിട്ട് ആലോചന തീരുമാനിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റിപ്പീറ്റർ സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് അവിടെ. കുറേ ക്ലാസ് എടുക്കുക, കുറേ അല്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ബേസ് മുതൽ വീണ്ടും ഇരുത്തി പഠിപ്പിക്കുക. നോട്ട് ദ കേസ്. അങ്ങനെയല്ല. ഒരു ദിവസം ഇപ്പോൾ ബയോളജി ഒക്കെ ആണെങ്കിൽ ജെനറ്റിക്സ് ഒരു ദിവസം ഒരു ചാപ്റ്ററാണ്. അല്ലാതൊക്കെ ബയോളജി ചാപ്റ്റേഴ്സ് ഒരു ദിവസം 2 ചാപ്റ്ററാണ് ബയോളജി. പക്ഷേ അതിൻ്റെ ഒരു ഹയർ ലെവലിലായിരിക്കും പഠിപ്പിക്കുക. അതൊരു ഇറ്റ്സ് വേറൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒരു സ്റ്റഡി സിസ്റ്റമാണ് അതിനകത്തുള്ളത്. സോ ഗൈസ്, നന്നായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുക. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്പറും കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും കൊടുക്കാം. ഇതിൽ കോൺടാക്ട് ചെയ്തോ. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ലവ് യു ഓൾ. നിങ്ങളെല്ലാം ജീവിതത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നിങ്ങളുടെ ഡിസിഷൻ നിങ്ങളെ എന്നെന്നും ഹാപ്പി ആക്കുന്ന, ഇപ്പം നിങ്ങൾ സാഡായാലും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സങ്കടപ്പെട്ടാലും ഇപ്പം നിങ്ങൾ കുറച്ച് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയാലും ആജീവനാന്തം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തോട്ടാണത്. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങളിപ്പോൾ പ്രയാസമാണെന്ന് കരുതുന്ന കാര്യം ആയിരിക്കാം ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രയാസം എടുത്തിട്ടായാലും നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ട് ഉള്ള ഡിസിഷനിലേക്ക് നിങ്ങൾ പോവുക. വാട്ട് എവർ ബി ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബൈ.